മറുപടിയില്ലാതെ സർക്കാർ പ്രതിരോധത്തിലായിരിക്കെ ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. RSS നേതാക്കളായ ദത്താത്രേയ ഹൊസബളയെയും റാം മാധവനെയും ADGP കണ്ടത് 10 ദിവസത്തെ ഇടവേളകളിലായിരുന്നു. റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വിവാദ കൂടിക്കാഴ്ചയിൽ DGP നേരിട്ട് അന്വേഷണം നടത്തും. തനിക്കെതിരെയുള്ള PV അൻവർ MLAയുടെ ആരോപണങ്ങൾ തെറ്റെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് MR അജിത് കുമാർ കത്ത് നൽകി. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, കഴിഞ്ഞ വർഷം മെയ് 22-നായിരുന്നു ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ച. അതിനുശേഷം അധികം താമസിക്കാതെ, അതായത് ഏതാണ്ട് ഒരു 10 ദിവസത്തെ ഇടവേളയിൽ റാം മാധവുമായുള്ള കൂടിക്കാഴ്ച കോവളത്ത് വെച്ചുണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ബിസിനസ് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ദുരൂഹതയേറുകയാണോ? അനുജ, അങ്ങനെ പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് രാഷ്ട്രീയമായി പോലും പ്രതിപക്ഷം അതിനെ ഉയർത്തുകയും ചെയ്തത്. അതായത് RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെ, പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തന്നെ തേടുന്നുണ്ട്. മാത്രമല്ല DGP തന്നെ നേരിട്ട് അന്വേഷിക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ കൃത്യമായ ഡേറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ദത്താത്രേയ ഹൊസബലയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് 2023 മെയ് 22-നാണ്. ആ കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു എന്നുള്ളതാണ് വിവരം. അതേസമയം തിരുവനന്തപുരം കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-നാണ്. ഈ രണ്ട് കൂടിക്കാഴ്ചകളും 10 ദിവസത്തെ ഇടവേളയിലാണ് നടന്നത്. മാത്രവുമല്ല, ഈ റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ, കോവളത്തെ കൂടിക്കാഴ്ചയിൽ ഈ ബിസിനസ് സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് ചെന്നൈയിലെ മലയാളിയായ ബിസിനസ്സുകാരൻ ഉൾപ്പെടെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സർക്കാരും CPM വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. ആ ഘട്ടത്തിൽ ഈ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചിട്ട് നേരിട്ടൊരു അന്വേഷണം അത് DGP ആയിരിക്കും നടത്തുക എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കാരണം PV അൻവറുമായുള്ള ആരോപണം അന്വേഷിക്കുന്നതിന് മുൻപ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അന്വേഷിക്കാനാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വകാര്യ സന്ദർശനം എന്നുള്ള വിശദീകരണം അത് MR അജിത് കുമാർ നൽകുമ്പോൾ പോലും അതിന് പിന്നിൽ, ഈ കൂടിക്കാഴ്ചകൾക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, മാത്രമല്ല സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ആവശ്യം ശക്തമാണെങ്കിലും ഇതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വളരെ വേഗത്തിൽ റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ടിനനുസരിച്ച് മാത്രം നടപടി എന്നുള്ള തീരുമാനമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ അജിത് കുമാർ അദ്ദേഹത്തിന്റെ അവധി നേരത്തെ ആക്കിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. അനുജ, ഇതിൽ ഷഫീദ്, ഇപ്പോൾ ഈ തരത്തിലേക്ക് ഈ കൂടിക്കാഴ്ച ഏത് തരത്തിലായിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഇന്റലിജൻസിന്റെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ പക്കൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിച്ചു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നിട്ടുള്ളത്. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് അതൊരു ഇൻഫോർമൽ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും ഔദ്യോഗിക സ്വഭാവമില്ലാത്തതായിരുന്നുവെന്നും ആ തരത്തിലേക്ക് എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നുമൊക്കെയുള്ള കാര്യങ്ങളിൽ ഇന്റലിജൻസ് കൂടുതലായി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ അന്വേഷണത്തിൽ ആ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനമാവുക, കാരണം സിവിൽ സർവീസ് ചട്ടലംഘനം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ. അനുജ, ഉറപ്പായിട്ടും. കാരണം ഇതിനോടകം തന്നെ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് വിശദീകരിച്ചിരിക്കുന്നത് തീർത്തും സ്വകാര്യമായിട്ടുള്ള സന്ദർശനം അല്ലെങ്കിൽ സ്വകാര്യ സന്ദർശനം എന്നുള്ള തരത്തിലാണ്. മാത്രമല്ല, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. വിശദമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതായിരുന്നു അജിത് കുമാറിന്റെ നിലപാട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇപ്പോൾ പൂർണ്ണമായും പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണം അതവർ ശക്തമാക്കുകയാണ്. മാത്രമല്ല, അത് രാഷ്ട്രീയമായ മറ്റു പല മാനങ്ങളിലും അവർ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഈ അന്വേഷണം ഈ കൂടിക്കാഴ്ച എന്തിനാ എന്ന് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, അതിലെ കൂടുതൽ വിവരങ്ങൾ DGP തന്നെ നേരിട്ട് അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയൊരു സാഹചര്യത്തിൽ അതിന്റെ ഗൗരവം സർക്കാർ ആ രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്ന് വേണം കാണാൻ. പക്ഷേ ഇക്കാര്യത്തിൽ ഇനി എന്തുതരം കൂടിക്കാഴ്ചയാണെങ്കിലും അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. അനുജ, ഹൊസബളെ, റാം മാധവ് എന്നിവരുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച 10 ദിവസത്തെ ഇടവേളയിലായിരുന്നു. റാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു ബിസിനസ് സുഹൃത്ത്, ചെന്നൈയിലുള്ള ഒരു ബിസിനസ്സുകാരനായ സുഹൃത്തുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ ദുരൂഹത ഏറുകയാണ്.